നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ഇതുവരെ നിന്റെ വഴിയിലപ്പോ എന്തുവാ? ഇരുള്. നിന്റെ വഴികളിൽ ഇരുളായാൽ എന്താ? ഇരുള് വന്നു കഴിഞ്ഞാൽ മുന്നിലുള്ള വാഗ്ദത്തങ്ങളെ, മുന്നിലുള്ളതിനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത് പിശാചിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്. നിന്റെ മുന്നിൽ ഇരുള് കൊണ്ടിടുക. ഈ ഇരുളത്ത് നീ മുന്നിലുള്ള വാഗ്ദത്തങ്ങളെ കാണരുത്. 2, ഇരുട്ടത്ത് പോയാൽ നീ എവിടെങ്കിലും തട്ടിത്തടഞ്ഞ് വീഴും. ആമേൻ. എവിടെങ്കിലും തട്ടിത്തടഞ്ഞ് താഴെ വീഴും. പക്ഷെ ഇന്ന് സ്വർഗത്തിലെ ദൈവം ഈ 2 മണ്ഡലങ്ങളെയും അഴിക്കുകയാ. ഈ 2 മേഖലകളെ തുറക്കാൻ തുടങ്ങുകയാ. ലൈഫിനകത്ത് ഇരുള് നിറഞ്ഞത്, ചില വീടിനകത്ത് വെളിപ്പെടേണ്ട നന്മകളെ, ചില വീടിനകത്ത് വെളിപ്പെടേണ്ട നന്മകളെ ഇരുട്ടത്താക്കിക്കളഞ്ഞ ചില മേഖലകളെ സ്വർഗത്തിലെ ദൈവം ഈ പകൽ ഒരു വെളിച്ചം കത്തിച്ചു വെച്ച്, ഒരു വെളിച്ചം കത്തിച്ചു വെച്ച്, ഒരു വെളിച്ചം കത്തിച്ചു വെച്ച്. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ചോ. Come on, get ready. Hallelujah. കരമടിച്ച്. Hallelujah. നിന്റെ മുന്നിൽ ഒരു വെളിച്ചം, നിന്റെ മുന്നിൽ ഒരു വെളിച്ചം, നിന്റെ മുന്നിൽ ഒരു വെളിച്ചം. യേശുവിന്റെ നാമത്തിൽ ഒരു വെളിച്ചം. ഇരുളിലാക്കി കളഞ്ഞ്, ഇരുട്ടത്ത് കൊണ്ടിട്ട്, പത്രോസെ കുണ്ടറയ്ക്കകത്ത് കൊണ്ടിട്ട്, കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട്, കാരാഗ്രഹത്തിന്റെ ഇരുട്ടുമുറിക്കകത്ത് നിന്നെ ഒതുക്കാമെന്ന് ശ്രമിച്ചെങ്കിൽ പിശാചേ നിനക്ക് തെറ്റുപറ്റി. കാരാഗ്രഹത്തിന്റെ ഇരുട്ടിന് പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ പറ്റത്തില്ല. കാരാഗ്രഹത്തിന്റെ ഇരുട്ടിന് ആരാധിക്കുന്നവനെ ഒതുക്കാൻ അവൻ കാരാഗ്രഹത്തിന്റെ വാതിലുകളെ പൊട്ടിച്ച് അവൻ പുറത്തു വരൂ. കാരാഗ്രഹത്തിന്റെ വാതിലുകളെ പൊട്ടിച്ച് അവൻ പുറത്തു വരൂ. ഹല്ലേലൂയ. ഞാൻ പറയാം, കാരാഗ്രഹത്തിനകത്ത് കിടന്നു, ഇരുട്ടുമുറിക്കകത്ത് കിടക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ നിരൂപിക്കും അടുത്ത സഭ എവിടെ തുടങ്ങണമെന്ന്, അടുത്ത മിനിസ്ട്രി എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് ഏതെങ്കിലും കൂരിരുട്ടിനകത്ത് ഹല്ലേലൂയ നിന്നെ ആക്കിയിട്ടാലോ അതിനകത്ത് കിടന്ന് നീ പ്ലാൻ ചെയ്യണം. നിന്റെ വാഗ്ദത്തം പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിന്നെ കൊണ്ട് വലിയ കുഴിക്കകത്ത് കയറ്റി, ഹല്ലേലൂയ, കുഴിക്കകത്ത് നിന്റെ തലയിൽ എത്ര വലിയ മണ്ണിട്ടാലും നീ പ്ലാൻ ചെയ്യണം നിന്റെ വാഗ്ദത്തം എന്തായി തീരുമെന്ന്. നീ പ്ലാൻ ചെയ്യണം നിന്റെ നിരൂപണം എന്താണെന്ന്, നിന്നെ പറ്റിയുള്ള ദൈവിക പദ്ധതി എന്തായിരുന്നെന്ന്. ഏലിയാവ് പറഞ്ഞതുപോലെ പിശാചിന്റെ നിരൂപണങ്ങൾക്ക് വഴിവെച്ച് മതിയെന്ന് പറയുകയല്ല, പിശാചിന്റെ നിരൂപണത്തിന് ചിന്തിച്ച് മതിയെന്ന് പറയുകയല്ല, ക്ഷീണിച്ച് മതിയെന്ന് പറയുകയല്ല. ഹല്ലേലൂയ. നീ പ്ലാൻ ചെയ്യണം, നീ നിരൂപിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഒരു ശക്തിക്കും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നീ എന്താണോ നിരൂപിക്കുന്നത് അത് നിന്റെ വീടിനകത്ത് നടക്കൂ. നീ എന്താണോ പ്രവചിക്കുന്നത് അത് നിന്റെ വീടിനകത്ത് നടക്കൂ. അസ്ഥി കൂമ്പാരമാണെങ്കിലും ഞാൻ അതിനെ നോക്കി പ്രവചിക്കുകയാ, ഒരു സൈന്യം എഴുന്നേൽക്കും.